ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വന്നിരിക്കുന്നത് വേറൊന്നുമല്ല, നിങ്ങൾ ടൈറ്റിലിൽ കണ്ടിട്ടുണ്ടാവും, എമ്പുരാൻ്റെ റിവ്യൂ പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എമ്പുരാൻ്റെ റിവ്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ട എൻ്റെ കാഴ്ചപ്പാട് എന്താണോ അതാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. എനിക്കെന്താണോ മനസ്സിലാക്കിയത് ആ പടത്തിനെ കുറിച്ച് എന്ന് പറഞ്ഞു. ഈ പടം എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജിൻ്റെ ഡയറക്ഷൻ ഒന്നും പറയല്ല, അസാധ്യ ഡയറക്ഷനാണ്. പിന്നെ പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് വലിച്ചു നീട്ടിയിട്ടുണ്ട്. ഒരു 2.5 മണിക്കൂർ പടത്തിന് ഒരു 3 മണിക്കൂറത്തേക്ക് വലിച്ചു നീട്ടിയിട്ടുണ്ട്. ഇത് പറയുമ്പോൾ നമുക്കൊരുമാതിരി വലിയ എന്താ പറയുക, നമുക്കൊരു അത്രയ്ക്ക് ത്രില്ലടിക്കുന്നൊരു ക്യാപ്ചർ ചെയ്യുന്ന കാര്യങ്ങളൊന്നുമില്ല. ഒരു പ്രാവശ്യം നമുക്ക് ആ പടം കാണാറില്ല, അതെ 1-2 പ്രാവശ്യമൊക്കെ പോയിരുന്ന് കാണാനുള്ള പടമൊന്നുമില്ല. സത്യസന്ധമായിട്ട കാര്യം കേട്ടോ പറയണേ. ഞാൻ പിന്നെ എടുത്തു പറയാണ്, പൃഥ്വിരാജിൻ്റെ ഡയറക്ഷൻ അപാര ഡയറക്ഷനാണ്, അതിനൊന്നും ഒരു കുറ്റവും കുറവുമില്ല. പക്ഷെ പടം അങ്ങോട്ട് ഓവറായിട്ട് വലിച്ചു നീട്ടിയിട്ടുണ്ട്. പക്ഷെ വേറൊന്നിട്ട്, ഇത് ഹോളിവുഡുമാതിരി ആ പടം ഫസ്റ്റ് സീനൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല ഹോളിവുഡ് ഇംഗ്ലീഷ് മൂവിയൊക്കെ കാണുന്ന ആ ഒരു ഫീല് കിട്ടുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് വന്നിട്ടൊരു ഹിന്ദി മൂവിയുടെ ഒരു സ്റ്റൈലിൽ പോകുന്നു. പിന്നെ അങ്ങോട്ട് നമ്മുടെ തനി കേരളം നാടൻ സ്റ്റൈലൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. ഇതിൽ എനിക്ക് തോന്നുന്നു മോഹൻലാലിന് വലിയ ഡയലോഗും കാര്യങ്ങളൊന്നുമില്ല, പൃഥ്വിരാജിന് തീരെയും ഡയലോഗില്ല. ഇതിൽ ഡയലോഗുള്ളത് രസം, ഇന്ദ്രജിത്ത്, സായികുമാർ, മഞ്ജു വാര്യർ, ഇങ്ങനെ എണ്ണി പറയുന്ന കുറച്ച് പേർക്കൊക്കെ ഡയലോഗുള്ളൂ. ഹീറോ ആയിട്ട് മോഹൻലാലും പൃഥ്വിരാജും നമ്മളൊരു ആ ഒരു ഇതിൽ കാണുന്നതുകൊണ്ട് നമുക്ക് പൃഥ്വിരാജിനും ഇല്ല ഡയലോഗ്, മോഹൻലാലിനും വലിയ ഡയലോഗില്ല എന്നല്ല, അവർ വലിയ ഡയലോഗൊന്നുമില്ല. പിന്നെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 3-ാം ഭാഗം വരുന്നുണ്ട്. 3-ാം ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് എനിക്ക് തോന്നുന്നത് പണ്ട് മോഹൻലാൽ ബോംബെയിൽ പോയിട്ട് അവിടെ നിന്ന് റൗഡിയൊക്കെ ആയി വന്നൊരു കഥയാണ്. പിന്നെ ഇനി വരാൻ പോകുന്നത് ഹോങ്കോങ്ങിൻ്റെ ഒരു ലൊക്കേഷനും ഒക്കെ ആയിട്ടൊക്കെ വരാൻ പോകുന്ന അടുത്ത പടം. ഫുള്ള് ഈ ചൈനീസ് ലാംഗ്വേജൊക്കെ ആയിട്ട്, ജപ്പാൻ ലാംഗ്വേജൊക്കെ ആയിട്ടൊക്കെ വരുന്നത്. ഇപ്പം തന്നെ എമ്പുരാൻ പടത്തിൽ തന്നെ ഇംഗ്ലീഷ് ഉണ്ട്, ഹിന്ദി ഉണ്ട്, മലയാളം ഉണ്ട്, എല്ലാ ലാംഗ്വേജിലും. പക്ഷെ ഞാൻ ഇന്നലെ പോയി പടം കണ്ടു. ഇവിടെ ടിക്കറ്റ് 3 KD 500 വിൽസാണ്. നാട്ടിൽ റൗണ്ട് പറയുകയാണെങ്കിൽ ഒരു 1000 രൂപ. ഞാൻ ഇന്നലെ പോയി 1000 രൂപ കൊടുത്ത് കണ്ട പടമാണ്. നമുക്ക് ആ ഒരു എന്താ പറയുക, ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ നരസിംഹം, ദേവാസുരം, അതേപോലെ രാവണപ്രഭു, അങ്ങനെയുള്ള പടത്തിനെ പോലെ അതിലുള്ള ഡയലോഗുകൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ രോമാഞ്ചം എണ്ണിക്കുന്ന മാതിരിയുള്ള ഡയലോഗൊന്നും അതിനകത്തില്ല. നിങ്ങൾക്ക് കാണാം, എന്താ മറ്റേ ഓൾമോസ്റ്റ് ഒരു 6 മാസമൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ നമ്മുടെ OTT റിലീസ് ചെയ്യുമായിരിക്കും, അറിയില്ല, അതിൽ കൂടെ കാണാം. പക്ഷെ ഒറ്റ പ്രാവശ്യം കാണാനുള്ള സംഭവമുള്ളൂ. ഇതൊരു 300 കോടി 400 കോടി ഇതൊക്കെ എവിടുന്നിട്ട് കണക്ക് പറയുന്നതെന്ന് എനിക്കറിഞ്ഞൂടാ. ആകെ പോയെന്ന് പറഞ്ഞാൽ മറ്റേ രാവിലത്തെ ഷോ, പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടുള്ള ഷോ ഉണ്ടല്ലോ, പയൻ ഷോ, അതിന് കുറേ ജനങ്ങൾ പോയെന്നല്ലാതെ ഏതാണ്ടൊരു 2-3 ദിവസം അത്യാവശ്യം ജനങ്ങൾ കാണും. പിന്നെ ആ ഒരു ഹൈപ്പണ്ട് കുറയും. പിന്നെ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ടും അങ്ങോട്ട് സംഭാഷണം. മോഹൻലാൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ വരുന്നത്. ഒരു ഹീറോ പരിവേഷം എന്ന് പറയുമ്പോൾ നമ്മളൊരു കഥ തുടങ്ങി ആ കഥ അവസാനിക്കുന്ന പോലെ ഹീറോയിനെ ഇപ്പോൾ നമ്മൾ പടം കാണാൻ പോകണേലും ആ ഹീറോയിനെ കണ്ടുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. ആ ഹീറോയ്ക്ക് നല്ലൊരു ഡയലോഗ് ഇല്ല എന്ന് പറയുമ്പോൾ, നിങ്ങൾ കണ്ടവരാണെങ്കിൽ കമൻറ്റ് ചെയ്യും മോഹൻലാലിന് ഇതിൽ എത്ര ഡയലോഗ് ഉണ്ടെന്ന്.
ഇതിൽ എനിക്ക് തോന്നിയത് മഞ്ജു വാര്യർ, ഇന്ദ്രജിത്ത്, ബൈജു, സായികുമാർ, പിന്നെ പിന്നെ അങ്ങനെയുള്ള കുറച്ച്, പിന്നെ സുരാജ് വെഞ്ഞാറമൂട്, ഇവർക്കൊക്കെ കാര്യമായിട്ടുള്ള ഡയലോഗേ പോയിട്ടുള്ളൂ. പൃഥ്വിരാജ് അധികം ഡയലോഗും ഇല്ല. പൃഥ്വിരാജ് പിന്നെ അവിടെ നിൽക്കട്ടെ. പിന്നെ മോഹൻലാൽ എണ്ണപ്പെട്ട സംഭാഷണം അതിനകത്ത് പറയുന്നുള്ളൂ. പിന്നെ ഒരു ആവശ്യമില്ലാത്തൊരു ഇത് കൊണ്ടുപോയിട്ടിരിക്കണം. മറ്റേ ഇവനെ എന്താ എൻ്റെ പേര്, ആൻ്റണി പെരുമ്പാവൂർ, ഒരാവശ്യമില്ലാതെ ആ ഒരു കഥാപാത്രം കൊണ്ടിട്ട് അത്രയും ടൈം അവിടെ വേസ്റ്റാക്കി. ഒരാവശ്യമില്ല. നമ്മളൊക്കെ ക്യാഷ് കൊടുത്ത് പടം കാണാൻ കയറുന്നതാണ്. അപ്പോൾ അതിനുള്ളൊരു ബെനിഫിറ്റ് ഈ മറ്റേ ആൻ്റണി പെരുമ്പാവൂരിനൊക്കെ എന്തിനാ അവിടെ കൊണ്ടിട്ടിങ്ങനെ ആ ഒരു ടൈം കളയാൻ. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതൊക്കെ കുറേ വലിച്ച് നീട്ടി കഥകളൊക്കെ പോകുന്നുണ്ട്. പഴയകാല കഥയും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരുപാട് കഥ, ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്ത് കണ്ടാ പറയുന്നതെന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് ഞാൻ പറഞ്ഞ തെറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ നല്ല കണ്ടന്റുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു സൈൻ ഓഫ് ധനേഷ് നിലമ്പൂർ.